സംയുക്ത സംരംഭത്തിൻ്റെ നേട്ടങ്ങൾ. ഒന്നാമതായി വിഭവങ്ങളും ശേഷിയും വർദ്ധിപ്പിക്കുന്നു. 2 അതിലധികമോ സംരംഭങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് സംയുക്ത സംരംഭങ്ങൾ. അപ്പം ഈ ഓരോ വ്യക്തിപരമായ സംരംഭത്തിൻ്റെ അവർക്ക് അവരുടേതായ വിഭവങ്ങളും ശേഷിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേരൽ വഴി സംയുക്ത സംരംഭത്തിന് ഇവരുടെ എല്ലാ വിഭവങ്ങളും ശേഷി ലഭിക്കുന്നുണ്ട്. അടുത്തൊരു ഗുണമാണ് പുതിയ വിപണിയുടെ വിതരണ ശൃംഖലയുടെയും കണ്ടെത്തൽ. പുതിയ വിപണികളിലോട്ടൊക്കെ എത്താനായിട്ട് ഈ ഒരു സംയുക്ത സംരംഭങ്ങൾ വളരെ നല്ലൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ സ്റ്റാർബക്സിന് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ തുടങ്ങാനായിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു ടാറ്റായുമായിട്ട് ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുക എന്നത്. അതുവഴി ടാറ്റായുടെ ഈ ഒരു നാട്ടിലെ ബിസിനസ് ചെയ്തുള്ള അനുഭവ സമ്പത്തും അവിടുത്തെ പേപ്പർ വർക്ക് രജിസ്ട്രേഷനും ഒക്കെ എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുകയും ആ ടാറ്റായുടെ സ്റ്റാർബക്സിൻ്റെ ഒരുമിച്ചുള്ള ആ ഒരു ഇമേജ് വരുന്നത് വഴി നല്ല രീതിയിൽ അവരുടെ ബിസിനസ് നടക്കുകയും ചെയ്തു. അടുത്തൊരു ഗുണമാണ് കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. സംയുക്ത സംരംഭങ്ങൾ കൂടുതൽ ഉൽപ്പാദന ചെലവുള്ള രാജ്യങ്ങളും കുറഞ്ഞ ഉൽപ്പാദന ചെലവുള്ള രാജ്യങ്ങളും തമ്മിൽ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ആൾക്കാരുടെ കൊടുക്കേണ്ട ആ ഒരു പണിക്കൂലി കുറവാണ്. അപ്പോൾ പണിക്കൂലി കുറവുള്ള ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് അവിടെ പണിക്കൂലി കുറവാണ്. അമേരിക്കയിനേക്കാളും പണിക്കൂലി കുറവാണ് ഇന്ത്യയിൽ. സോ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ഒരു കമ്പനിയുമായിട്ട് യോജിച്ച് ബിസിനസ് നടത്തുമ്പോൾ അങ്ങനെയുള്ള പണിക്കൂലികൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ചില സ്ഥലത്ത് ഈ റിസോഴ്സസ് ഇപ്പോൾ എന്താണ് പറയുക, റോ മെറ്റീരിയൽസ് വില കുറഞ്ഞു കിട്ടും. അങ്ങനെയുള്ള രാജ്യത്ത് പോയി ഈ ഒരു സംയുക്ത സംരംഭങ്ങൾ നടത്തുമ്പോൾ അതിനുള്ള ചിലവും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ സംയുക്ത സംരംഭങ്ങൾ ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നുണ്ട്. സംയുക്ത സംരംഭങ്ങളുടെ മറ്റ് ഗുണങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.